ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള പുതിയ സ്റ്റോക്കായിട്ടുള്ള 2019 മോഡൽ ജീറ്റോ X7 ഇത് പുതിയ മോഡൽ എൻജിൻ വന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മേലേക്ക് വന്നിട്ടുള്ള വണ്ടിയാണ്. പിന്നെ വരുന്നത് നമ്മുടെ അടുത്തുള്ള 2017 മോഡൽ സൂപ്രോ പാസഞ്ചർ AC പവർ ഷെയറിങ് വന്നിട്ടുള്ള 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. 2017 മോഡൽ. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് വിടുക. പിന്നെ നമ്മളെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് മാക്സിമം ഒന്ന് നമ്മൾ പിന്നെ നമ്മളെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരി. മൊറയൂർ എന്ന ലൊക്കേഷനിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനിൽ എത്തുന്നതാണ്. പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നമ്മളെ എൻ്റെ പ്രൊഫൈലിൽ ഉണ്ട് അതിൻ്റെ ലൊക്കേഷൻ, നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ. അതിൽ വന്നാൽ മതി, വന്നിട്ട് നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് നമ്മളെ വീഡിയോ തന്നെ ഉള്ളത്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ മാക്സിമം ഫുള്ള് ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ വണ്ടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ആൾക്കാർ ആ വീഡിയോ ഫുള്ള് കാണാതെ വണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൽ കണ്ട് ഇതായിട്ട് വിളിക്കുക, കൂടുതൽ ആൾക്കാർ അങ്ങനെ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു. കാരണം കൂടുതൽ ആൾക്കാരും വീഡിയോ കണ്ട് ഫസ്റ്റ് കാണും, നമ്പർ എടുക്കും, വിളിക്കും, അത് എത്ര മോഡൽ ഇത് എത്ര മോഡൽ കുറേ കഥ പറയാനുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അതിന് നേരം കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ യാർഡിലെ തിരക്കും പിന്നെ വേറെയുള്ള തിരക്കുകളും ആകുമ്പോൾ നമുക്ക് അതിന് കഴിയൂല. അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഒന്ന് കണ്ട് വണ്ടിൻ്റെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമ്മൾ കാണിക്കുന്നുണ്ട്, അടിഭാഗവും മേൽഭാഗവും ഉള്ളും എല്ലാ ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് ഫുൾ കണ്ടാണ്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ഫുൾ വീഡിയോക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള വണ്ടി ഈ വണ്ടിയാണ് കേട്ടോ. 2019 മോഡൽ ജീറ്റോ. ഇത് എൻജിൻ മണി കാര്യങ്ങളൊന്നും വരാത്ത വണ്ടിയാണ്. LED വയറിംഗ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് തന്നെ നമുക്ക് ഒരു 3000 ഉറുപ്പിക ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. എൻജിൻ ഇറക്കുകയോ കാര്യങ്ങളൊന്നും വേണ്ട. അതേമാതിരി ബോഡി ഫുൾ ക്ലിയർ ആണ് കേട്ടോ. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതേമാതിരി ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ പുതിയ ടയറാണ് കേട്ടോ. ഫുൾ കട്ടയിലുള്ള ടയറാണ് വന്നിട്ടുള്ളത്. അതേമാതിരി ഇതിൻ്റെ വേലി കാര്യങ്ങളൊക്കെ അടിച്ചതൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. ഏകദേശം ഒരു പാലക്കാടൻ ടച്ചിലൊക്കെയാണ് അടിച്ചത്. പക്ഷേ കുറച്ചൊരു ഹൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോഡിക്ക് പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത നല്ല ബോഡിയാണ് കേട്ടോ. പരിക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫുൾ ക്ലിയർ ആണ് കേട്ടോ. നമ്മൾ അണ്ടർകോട്ട് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നല്ല സെറ്റാണ്. സ്റ്റെപ്പിന് ടയർ ഇവിടെ ഉണ്ട്. അതേമാതിരി ചേസ് കാര്യങ്ങളൊന്നും പരിക്കില്ല, ഫുള്ള് ക്ലിയർ ആണ് കേട്ടോ. ബാക്കത്തെ ടയർ നമ്മൾ റീസോൾവ് ചെയ്ത ടയറാണ്. നമുക്ക് വണ്ടി വന്നപ്പോഴേ അങ്ങനെ തന്നെ ഉള്ളതാണ്. അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോഡീൻ്റെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ പുതിയ സീറ്റാണ്, പുതിയ സീറ്റ് വർക്കാണ് കേട്ടോ. പ്ലാറ്റ്ഫോമൊക്കെ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലും അതേമാതിരി തന്നെയാണ്. ബാക്കത്തെ ഡോറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. 2019 നല്ല ഒരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഇത് കുറച്ചൊരു നല്ല വണ്ടിയാണ് ഈ വണ്ടി. ഈ എയർ ഫിൽറ്ററിൽ കൂടുതൽ പുതിയ എൻജിനിൽ ഈ X7 കൂടുതൽ ഇറങ്ങിയിട്ടില്ല. ഈ 19 തന്നെ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി പിന്നെ ചെറിയ വണ്ടി ജീറ്റോ പ്ലസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെ അതേമാതിരി ബാക്കത്തെ ഈ ടയർ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് സെയിം. അതേ ബാക്കത്തെ 2 ടയറും ഒരേ മാതിരിക്കത്തെ ടയർ തന്നെയാണ് കേട്ടോ. അതേ നല്ല പുതിയ ബാറ്ററി ഉണ്ട്. SF സോണിക്കിൻ്റെ നല്ല ബാറ്ററി ഉണ്ട്. പിന്നെ ഈ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിലും നല്ല ക്ലിയർ ആണ് കേട്ടോ. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ബോഡിയൊക്കെ നല്ല ക്ലിയർ ആണ്. വലിയ നെളുക്കോ കാര്യങ്ങളൊന്നുമില്ല. പരിക്ക് ഇല്ലാത്ത നല്ലൊരു അടിപൊളി ജീറ്റോ X7 അതേമാതിരി ഈ ടയറും തന്നെയാണ് കേട്ടോ. കെല്ലിൻ്റെ 2 ടയറാണ് മുന്നിൽ പുതിയ ടയറുള്ളത്. ഈ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ഡോർ പേഡ്, ഡാഷ്ബോർഡ്, സീറ്റ് കവർ എല്ലാം നല്ല ക്ലിയറിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ആ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ നല്ല ഇൻറ്റീരിയർ വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ് വരുന്നത്. ഏകദേശം മാർച്ച് ആ സമയങ്ങളായിട്ട് ഇതിൻ്റെ ടാക്സും വരുന്നുണ്ട് 19 മോഡലിൻ്റെ. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ തീർന്ന് കിടക്കുകയാണ്. നമുക്കത് പുതിയത് എടുത്തിട്ട് കൊടുക്കുക. ലോണൊക്കെ വേണ്ടിയവർക്ക് അതിനനുസരിച്ച് നമുക്ക് IDV കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻഷൂറും നല്ല റെഡിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ലോണ് മാക്സിമം ഈ വണ്ടിക്ക് നമുക്കൊരു 2-2.25 ഒക്കെ മാക്സിമം നമുക്ക് ഈ വണ്ടിക്ക് വാങ്ങി കൊടുക്കുക. ഈ വണ്ടിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 330 ആവശ്യപ്പെടുന്ന പ്രൈസാണ്. നമുക്ക് മാക്സിമം കമ്മിയാക്കിയിട്ട് നെഗോഷ്യബിൾ ആയിട്ടാണ് നമുക്ക് മാക്സിമം കമ്മിയാക്കിയിട്ട്
നമുക്ക് കൊടുക്കട്ടോ ഈ വണ്ടി. പിന്നെ അടുത്ത വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ള 2017 മോഡൽ സുപ്രോ AC പവർ സ്റ്റിയറിംഗ് 5 സീറ്റ് വണ്ടിയാണ്. ഇത് നല്ല ക്ലിയർ ആണ് കേട്ടോ. ഇത് ചെറിയ ടച്ചപ്പ് പോളിഷൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതേമാതിരി മുന്നിലെ 2 ടയർ നോക്കുകയാണെങ്കിലൊക്കെ ഫസ്റ്റ് കേസ് ടയറാണ്, അപ്പോളോൻ്റെ ടയറാണ്. നല്ല അത്യാവശ്യം ഒരു 80% കട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള ടയർ തന്നെയാണ് കേട്ടോ. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പരിക്കൊന്നും ഇല്ലാത്ത നല്ല ബോഡിയാണ് കേട്ടോ. നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അതേമാതിരി ഇനി ഈ ഭാഗം നോക്കുക, ബാക്കിൽ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആണ് കേട്ടോ. തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ട്. ടോപ്പ് നല്ല ക്ലിയർ തന്നെയാണ് കേട്ടോ. ഇത് ബാക്കത്തെ ടയർ നോക്കുകയാണെങ്കിൽ ഇതും ഒരു 3/4 ഭാഗം ഓടാനുള്ള ടയർ ഉണ്ട് കേട്ടോ, ബാക്കിലെ ടയർ. പിന്നെ ഇത് അതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ. കമ്പനി പേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ക്ലിയർ ആണ് കേട്ടോ. പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കിലെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ പേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പേസ്റ്റൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. കമ്പനി പേസ്റ്റ് അങ്ങനെ തന്നെ വണ്ടി. പിന്നെ ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്, നല്ല ക്ലിയറാണ്. ഇവിടെ ഒന്ന് ചെറിയ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ വണ്ടി പാർട്ടിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളും പോളിഷ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്ത് നല്ല ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കൽ. ഈ 2 ടയറും അതേമാതിരി തന്നെയാണ്, ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ. രണ്ടും മൂന്ന് ടയറും അപ്പോളോൻ്റെ ടയർ തന്നെയാണ്. ഒരു ടയർ മാത്രം വേറെ കമ്പനീൻ്റെ ടയറാണ് കേട്ടോ. ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല. ഇത് AC പവർ സ്റ്റിയറിംഗ്, AC ഒക്കെ നല്ല വർക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം നേരത്തെ കാണിച്ചിട്ടുള്ളൂ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട്. അതേമാതിരി ഡോർ പേഡൊക്കെ കണ്ടില്ലേ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇരിക്കണത് ചെറിയ കീറലൊക്കെ ഒന്നിനെ അതൊക്കെ നമ്മൾ മാറ്റി അടിച്ചിട്ടുണ്ട്. അതേമാതിരി ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ തന്നെയാണ്. AC ഒക്കെ നല്ല വർക്കിംഗ് ആണ് കേട്ടോ. നല്ല കൂളിങ് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2017 മോഡലാണ് AC പവർ സ്റ്റിയറിംഗ് വരുന്നത്. ഇത് ടാക്സി കാര്യങ്ങളൊക്കെ ആക്കാനൊക്കെ പറ്റിയ വണ്ടിയാണ്. 5 സീറ്റ് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും. 5 സീറ്റ് 7 സീറ്റിലാണ് നമുക്ക് ലൈഫ് ടാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ടാക്സി കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാനൊക്കെ ഏറ്റവും പറ്റിയ വണ്ടിയാണ്. ഇൻഷുറൻസ് വരുന്നത് ഇതിൻ്റെ 2025 മെയ് മാസം വരെ ഇൻഷുറൻസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇനി ഏകദേശം ഒരു 10 മാസത്തോളം ഇൻഷുറൻസ് ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിലല്ല, എന്തായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേരളത്തിലൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് ലോണ്. പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ്. നമുക്ക് ശ്രീരാമൊക്കെ മാക്സിമം ഇതിന് ലോണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്കൊരു 3-10 വരെ നമുക്ക് ലോൺ നമുക്ക് ഇതിന് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 4.4 നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. 4,25,000 നമുക്ക് ഇതിന് വില ആവശ്യപ്പെടുന്നത്. അപ്പോൾ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ. ഇപ്പോൾ സ്കൂൾ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നല്ലൊരു ഫാമിലി കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ ഉള്ള 5 സീറ്റ് വണ്ടിയാണ്. എക്സ്ട്രാ സീറ്റും ആണെങ്കിൽ ഇതിൽ ഇടാനുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ ഉടനെ തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് നേരെ മൊറയൂർക്ക് നമ്മളെ യാർഡിക്ക് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ.